അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കുറെ അടിമകളുണ്ട്. ഇന്ന ലില്ലാഹി ഇബാദ. അള്ളാഹുവിന് പ്രത്യേകമായ ചില അടിമകളുണ്ട്. യുസ്കിനുഹും റഫീഅൽ ജിനാൻ. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ പദവികളിലാണ് പാർപ്പിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? കാനു അഅ്ഖലന്നാസ്. അവർ ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാന്മാരാണ്. അപ്പോൾ അള്ളാഹുവിന് ജനങ്ങളിൽ ബുദ്ധിമാന്മാരായ കുറെ അടിമകളുണ്ട്. അവർക്ക് അല്ലാഹു തആല പരലോകത്ത് നൽകുന്ന സ്ഥാനം ഉന്നതമായ സ്വർഗീയമായ ആരാമത്തിൽ ഉന്നതമായ സ്ഥാനമാണ് അവർക്ക് നൽകുന്നത്. അവരുടെ പ്രത്യേകത കാനു അഅ്ഖലന്നാസ്. അവർ ബുദ്ധിമാന്മാരാണ്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, കൈഫ കാനു അഅ്ഖലന്നാസ് യാ റസൂലല്ലാഹ്. നബിയെ, അവരെങ്ങനെയാണ് ബുദ്ധിമാന്മാരായത്? സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി ആദരിക്കുന്ന ആ ബുദ്ധിമാന്മാർ അവരെങ്ങനെയാണ് ബുദ്ധിമാന്മാരായി മാറിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാനത്ത് ഹിമ്മത്തുഹും അൽ മുസാബിഖത്തു ഇലാ റബ്ബിഹിം. കാനത്ത് ഹിമ്മത്തുഹും അൽ മുസാബിഖത്തു ഇലാ റബ്ബിഹിം. അവർക്ക് ഒരേ ചിന്തയേ ഉള്ളൂ. അൽ മുസാബഖത്തു ഇലാ റബ്ബിഹിം. അവരുടെ രക്ഷിതാവിലേക്ക് മത്സരിച്ച് മുന്നേറുക എന്ന ചിന്ത മാത്രമേ അവർക്കുള്ളൂ. അങ്ങനെയാണ് അവർ ബുദ്ധിമാന്മാരായി മാറിയത്. ഒരു വിശേഷണമാ പറഞ്ഞത്. കാനത്ത് ഹിമ്മത്തുഹും അൽ മുസാബിഖത്തു ഇലാ റബ്ബിഹിം. അവരുടെ രക്ഷിതാവിലേക്ക് മത്സരിച്ച് മുന്നേറുക എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ തൻ്റെ രക്ഷിതാവിലേക്ക് തന്നേക്കാൾ കൂടുതൽ ആരെങ്കിലും അടുക്കുന്നുണ്ടോ എന്നറിഞ്ഞാൽ അവരെക്കാൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാളെ കാണുമ്പോൾ, എൻ്റെ രക്ഷിതാവിലേക്ക് അവൻ കൂടുതൽ അടുക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ 4 റക്അത്ത്. അല്ലെങ്കിൽ സുന്നത്ത് നോമ്പെടുക്കുന്നു, ആഴ്ചയിൽ ഒരു ദിവസം നോമ്പെടുക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ രക്ഷിതാവിലേക്ക് ഞാൻ കൂടുതൽ ഇങ്ങനെ ഒരു മത്സര ബുദ്ധിയോടുകൂടെ ഒരാൾ ചോദിക്കുകയാണ് സഹോദരനോട്, നീ എത്ര ജുസ് ഖുർആൻ ഓതി? ഞാൻ ഇന്ന് 2 ജുസ് ഖുർആൻ ഷരീഫ് ഓതി. അപ്പോൾ നമ്മൾ ഇന്ന് ഒന്നേ ഓതിയിട്ടുള്ളൂ എന്ന് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, റബ്ബേ, 2 ജുസ് ഓതിയ അവൻ എൻ്റെ രക്ഷിതാവിലേക്ക് എന്നേക്കാൾ കൂടുതൽ അടുത്തല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ ഓതാൻ ശ്രമിക്കുന്നത്, രക്ഷിതാവിലേക്ക് മുസാബക്കത്തോടുകൂടെ മാത്സര്യ ബുദ്ധിയോടുകൂടെ മുന്നേറാൻ ശ്രമിക്കുന്ന അടിമകൾ. ഇത് വിശുദ്ധ ഖുർആൻ ഷരീഫ് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറണം. സാബിഖൂ, നിങ്ങൾ മത്സരിച്ച് മുന്നേറണം എന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിൻ്റെ താല്പര്യം കൂടിയാണ്. അങ്ങനെ മത്സരിച്ച് മുന്നേറുന്നവർ ബുദ്ധിമാന്മാരാണ് എന്ന്. മാത്രമല്ല, വസഹദു ഫീ ഫുളൂലിദ് ദുനിയ. ദുനിയാവിൻ്റെ അനാവശ്യ കാര്യങ്ങളിൽ നിന്നെല്ലാം അവർ വിട്ടുനിൽക്കും. ബുദ്ധിമാന്മാരായ ആളുകൾ പരലോകത്ത് അത് അവരുടെ പരലോക വിജയത്തിന് തടസ്സമാകും. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് അടുക്കുന്നതിന് അത് തടസ്സമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുനിയാവിൻ്റെ ഫുളൂലാത്തുകളിൽ നിന്നും അവർ വിട്ടുനിൽക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്നിട്ട് തങ്ങൾ ഈ ഹദീസ് അവസാനിപ്പിക്കുന്ന സമയത്ത് പറയുകയാണ്, സബറൂ ഖലീലൻ വസ്തറാഹു തവീല. ദുനിയാവിൽ അവർ അല്പം ക്ഷമിച്ചപ്പോൾ വസ്തറാഹു തവീല, സ്വർഗത്തിൽ ഉന്നതമായ പദവികളിൽ ദീർഘമായ സന്തോഷം അല്ലാഹു തആല, ഉന്നതമായ പദവികൾ അല്ലാഹു തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് ഈ ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തം നേടിയ അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നല്ല അമലുകൾ ആവേശത്തോടെ മാത്സര്യ ബുദ്ധിയോടെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.